സ്വപ്നക്കൂട് ലക്ഷ്മി സുഖമായി ഉറങ്ങുന്നത് കണ്ടതും വൈശാഖന് അന്തിച്ചു നിന്നു. ലക്ഷ്മി, അവൻ പതിയെ വിളിച്ചു. ഒന്ന് രണ്ട് ആവർത്തി കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഒന്ന് ഞെരങ്ങി. എന്താ മുത്തശ്ശി, കിടന്നുറങ്ങുക? അവൾ അവ്യക്തമായി പറഞ്ഞു. മുത്തശ്ശിയോ? എടി പെണ്ണെ, ഇത് മുത്തശ്ശി അല്ലടി, നിന്റെ കെട്ടിയോനാണ്. അവൻ പിറുപിറുത്തു. പാവം, നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങട്ടെ. അവനും മനസ്സില്ലാ മനസ്സോടെ കട്ടിൽ കയറി കിടന്നു. ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന ലക്ഷ്മിയെ അവൻ ഒന്നു നോക്കി. ഒന്നും അറിയാതെ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? അവളുടെ ഒരു AC. എപ്പോഴും അവൻ്റെ കണ്ണുകളും അടഞ്ഞു. രാവിലെ 6 മണി. വൈശാഖൻ പതിവ് പോലെ എണീറ്റു. നോക്കിയപ്പോൾ ലക്ഷ്മി നല്ല ഉറക്കത്തിലാണ്. സാധാരണ ഭാര്യമാരാണ് ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കാപ്പിയൊക്കെ ആയിട്ട് നിൽക്കണത്. ഇത് നേരെ തിരിച്ചാവോ? ലക്ഷ്മി, എഴുന്നേക്ക് ലക്ഷ്മി. അവൻ കുറേ തട്ടി വിളിച്ചപ്പോൾ അവൾ ചാടി എണീറ്റു. അയ്യോ, നേരെ എത്രയായി? അവൾ അവനോട് ചോദിച്ചു. അവൻ ക്ലോക്കിലേക്ക് വിരൽ ചൂണ്ടി. അവൻ എടുത്തു കൊടുത്ത ബ്രഷ് മേടിച്ച് വേഗം അവൾ ബാത്റൂമിലേക്ക് കയറി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കിടുകിടാന്ന് വിറച്ചുകൊണ്ടവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. താൻ കുളിച്ചോ? അവൻ ചോദിച്ചു. എൻ്റെ മുത്തശ്ശി പറഞ്ഞു കുളിച്ചിട്ടേ അടുക്കളയിൽ പോകാവുള്ളൂ എന്ന്. അവളെ വീണ്ടും വിറച്ചു. ആ, ബെസ്റ്റ്. ശരി ശരി, എന്നാ ചെല്ല്. അവൻ പറഞ്ഞപ്പോൾ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മൊരിഞ്ഞ ദോശയുടെ മണം അവിടെ മകൻ നിറഞ്ഞിരുന്നു. വീണ എഴുന്നേറ്റ് മുറ്റോടിക്കുന്നുണ്ട്. സുമിത്ര അടുക്കളയിൽ എന്തൊക്കെയോ പണികളാണ്. വിജിയാണെങ്കിൽ അമ്മിക്കല്ലിൽ ചമ്മന്തി അരയ്ക്കുകയാണ്. എൻ്റെ മോളെ, നീ കുളിച്ചോ? ഈ വെള്ളം മാറി കാലത്തെ കുളിച്ചാൽ എന്താവോ? സുമിത്ര വന്ന് അവളുടെ മുടിയിൽ പിടിച്ചു. സാരമില്ലമ്മേ, കുഴപ്പമില്ല. അപ്പോഴേക്കും ഉണ്ണിമോളും അടുക്കളയിലേക്ക് വന്നു. അയ്യോ ചേച്ചി കുളിച്ചോ? വല്ല പനിയും പിടിക്കൂട്ടോ. മോളെ, ഇനി കുളിക്കൊന്നും വേണ്ട, ഇവിടെ അങ്ങനൊന്നുമില്ല. സുമിത്ര അത് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി. ഇതാ മോളെ, ഈ ചായ കൊണ്ടുപോയി വൈശാഖന് കൊടുക്ക്. സുമിത്ര ഒരു കപ്പ് ചായ അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു. അവൾ അതുമായി മുറിയിലേക്ക് ചെന്നു. അവൻ കാപ്പി മേടിച്ച് മേശമേൽ വെച്ചിട്ട് അവളെ വാരിപ്പുണർന്നു. അയ്യേ, ഇതെന്തായി കാണിക്കുന്നേ? അവൾ അവനെ തള്ളി മാറ്റിയിട്ട് വേഗം റൂമിന് പുറത്തേക്ക് ഇറങ്ങി. കാലത്തെ ദോശയും ചമ്മന്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. അച്ഛൻ ഒരുപാടൊന്നും സംസാരിക്കുന്ന പ്രകൃതമല്ലെന്ന് ലക്ഷ്മിക്ക് തോന്നി. കാലത്തെ തന്നെ അശോകനും ശ്യാമളയും ദീപയും ഒക്കെ അവളെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവൾ സന്തോഷത്തോടെയാണെന്ന് എല്ലാവർക്കും അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. വൈശാഖൻ കാലത്തെ ഡ്രസ് മാറി വന്നപ്പോൾ വിജി അവിടേക്ക് വന്നു. നീ എവിടെ പോവാ? മിക്സി നന്നാക്കാൻ കൊടുക്കാൻ പോവാടി. അവൻ പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കാറിൽ നോക്കിക്കൊണ്ടാണ് വിജിയും വീണയും നിൽക്കുന്നത്. നല്ല കാറാണ്, അവർ ലക്ഷ്മിയോട് പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞു പോലുമില്ല. ഞാൻ അറിയുന്നത് ഇന്നലെ ഇങ്ങോട്ട് പുറപ്പെടാൻ നേരാണ്. ചേച്ചിക്ക് ഡ്രൈവിംഗ് അറിയോ? ഉണ്ണിമോൾ ചോദിച്ചപ്പോൾ തലകുലുക്കി. വല്യേട്ടൻ പഠിച്ചിട്ടില്ല, ഇനി പഠിക്കാൻ പറയണം. വീണയും പറഞ്ഞു. ലക്ഷ്മി മുറ്റത്തൂടെയൊക്കെ നടന്നു. കുറേ പച്ചക്കറികളും കപ്പയും വാഴയും ചേനയും ഒക്കെയുണ്ട്. എല്ലാം അച്ഛൻ്റെ അധ്വാന. ഉണ്ണിമോൾ ചിരിച്ചു. ആണോ? വൈശാഖേട്ടനൊന്നും ചെയ്യാറില്ലേ? അവൾ ചോദിച്ചു. അയ്യോ ഇല്ലെന്നേ, വൈശാഖേട്ടന് എല്ലാം മടിയാ. ഏട്ടൻ ഒഴിഞ്ഞു മാറിപ്പോകും. ഉണ്ണിമേൾ ഒരു നാളികേരം കൊഴിഞ്ഞു കിടക്കുന്നത് എടുക്കുകയാണ്. സുമിത്രയും വിജയും കൂടി കുറേ തുണികളും വാരിക്കെട്ടി ഇറങ്ങി വന്നു. ഇതെല്ലാം നനയ്ക്കാനുള്ളതാണോ അമ്മേ? വീണ തലയിൽ കൈവച്ചു. പിന്നെ അല്ലാതെ, എത്ര ആളുകളുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. അമ്മയും മോളും കൂടി എല്ലാം നനച്ചിടുവാണ്. ഈശ്വര, ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ പോലും ഇല്ലേ? ലക്ഷ്മി ഓർത്തു. അച്ഛനോട് പറഞ്ഞ് ഉടനെ ഒരു വാഷിംഗ് മെഷീൻ മേടിപ്പിക്കണം. അവൾ തീർച്ചപ്പെടുത്തി. കുറേ സമയം കഴിഞ്ഞപ്പോൾ വൈശാഖം വന്നു. അവൻ്റെ കയ്യിലൊരു പൊതിയുണ്ടായിരുന്നു. ഉണ്ണിമോളെ, അവൻ ഉറക്കെ വിളിച്ചു. ലക്ഷ്മി നോക്കി നിൽക്കുകയാണ്. അവനത് ഉണ്ണിമോളുടെ കയ്യിൽ കൊടുത്തു. അവളത് തുറന്നപ്പോൾ പരിപ്പുവട. അവൾ അതെല്ലാവർക്കും പങ്കുവച്ചു. ലക്ഷ്മി മാത്രം കഴിച്ചില്ല. അവൾക്കത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ വിജി യാത്ര പറഞ്ഞു പോയി. തലേദിവസം തന്നെ ഗോപനും കട തുറക്കേണ്ടത് കൊണ്ട് പോയിരുന്നു. രണ്ടാളും കൂടി വീട്ടിലേക്ക് വിരുന്നിന് വരുമ്പോൾ അവിടേക്ക് വരണമെന്നൊക്കെ വിജി ലക്ഷ്മിയോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത്.
മിക്സി നന്നാക്കിക്കൊണ്ട് വന്നതുകൊണ്ട് സുമിത്രയ്ക്ക് ആശ്വാസമായി. അരയ്ക്കാനും പൊടിക്കാനും ഒക്കെ ആരെക്കൊണ്ട് പറ്റും? സുമിത്ര മകനോട് പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് ലക്ഷ്മിക്ക് തുമ്മല്. ജലദോഷം പിടിക്കാനാണോ എൻ്റെ കൃഷ്ണ? സുമിത്ര അവൾക്ക് ആവി പിടിക്കാൻ വേണ്ടി തുളസിയിലയും പനിക്കൂർക്കയിലയും കൂടി തൊടിയിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നു. മോള് പോയി കുറച്ചു സമയം കിടക്ക്, അപ്പോഴേക്കും മാറിക്കോളും. സുമിത്ര അവളെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. വൈശാഖനും അവളുടെ അടുത്തേക്ക് പോയി. അവൾ പതിയെ മയങ്ങുകയാണ്. അവൻ റൂമിൽ നിന്ന് തിരിച്ചു പോന്നു. അവളുടെ കൂടെ കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്യാനാ, അവൻ ഓർത്തു. നല്ല പഴംപൊരിയുടെ മണം നാസികയിലേക്ക് തുളച്ചു കയറിയപ്പോഴാണ് ലക്ഷ്മി കണ്ണു തുറന്നത്. നേരം വൈകിയെന്നവൾക്ക് മനസ്സിലായി. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ വൈശാഖനും വീണയും കൂടി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ്. ആ, കുറഞ്ഞോ എടുത്തി? വീണ അവളോട് ചോദിച്ചു. കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. വൈശാഖൻ ഒരു പഴംപൊരി എടുത്ത് ലക്ഷ്മിക്ക് കൊടുത്തു. അപ്പോഴേക്കും വീണ അവൾക്ക് ചായ എടുത്തു കൊടുത്തു. അവൾ കഴിക്കുന്നത് നോക്കി ഇരിക്കുവാണ് വൈശാഖൻ. ശേഖരൻ അപ്പോഴേക്കും കുറച്ച് കപ്പയുമായിട്ട് അവിടേക്ക് വന്നു. മോളെ, എങ്ങനെയുണ്ട്, കുറഞ്ഞു? ശേഖരൻ വാത്സല്യത്തോടെ ലക്ഷ്മിയോട് ചോദിച്ചു. ഓ അച്ഛ. അവൾ കസേരയിൽ നിന്ന് എണീറ്റു. അവിടെ ഇരിക്ക്, ഇരുന്ന് കഴിക്ക്. അതും പറഞ്ഞുകൊണ്ടയാൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കപ്പയ്ക്ക് എന്താമ്മേ കറി വയ്ക്കുന്നത്? ആ പൂവനെ കൊല്ലാന്ന് പറഞ്ഞതാണ് അച്ഛൻ. ഭയങ്കര ചികച്ചിലാണ് ആ പൂവൻ. സുമിത്ര ചീനച്ചട്ടിയിൽ നിന്നും പാത്രത്തിലേക്ക് പഴംപൊരി എടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അതാണ് നല്ലത്. മോൾക്ക് എന്നു മുതൽ ആ കോളേജിൽ പോകേണ്ടത്? സുമിത്രയും അവളുടെ അടുത്തേക്കിരുന്ന് ചായയൊക്കെ കുടിച്ചു. അടുത്ത ആഴ്ച മുതൽ പോണോമേ. ഇനി 2 വർഷം കൂടി ഉണ്ടല്ലേ മോളെ? സുമിത്ര ചോദിച്ചപ്പോൾ അവൾ തലകുലുക്കി. അന്ന് രാത്രി കിടക്കാൻ നേരം ലക്ഷ്മി അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ, എനിക്ക് ഇനി 2 വർഷം കൂടി ക്ലാസ്സുണ്ട്. മുടങ്ങാതെ ക്ലാസ്സിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്കൾ അതിന് തടസ്സമാകില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അവൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ MSc മാത്സ് പഠിക്കണമെന്നില്ലല്ലോ എന്ന് അവനറിയായിരുന്നു. അപ്പോൾ നീ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കുവാണല്ലേ? ഒടുവിൽ അവൻ ചോദിച്ചു. യെസ്, നിങ്ങളെപ്പോലെ തെക്ക് വടക്ക് നടക്കുന്ന ഒരാൾക്ക് എന്നെ പിടിച്ച് കിട്ടിച്ചതെൻ്റെ വിധി. പക്ഷേ എനിക്കങ്ങനെ തോറ്റു പിന്മാറണമെന്ന് ആഗ്രഹമില്ല. ഞാനൊരു ജോലി സമ്പാദിക്കും, ഒരു വരുമാനം എനിക്ക് വേണം. അത് കഴിഞ്ഞ് മതി ബാക്കിയല്ല. എനിക്കതിന് മാത്രം പ്രായമായില്ല പക്ഷേ. അവൾ ബെഡെല്ലാം കുടഞ്ഞു വിരിച്ചു. തനിക്ക് സ്വന്തമായി ഒരു ജോലിയില്ല, വരുമാനമില്ല. അതൊരു വലിയ പ്രശ്നമാണെന്ന് അവൻ ഓർത്തു. അവൾ നേരിട്ടല്ലെങ്കിലും അങ്ങനെയാണ് സൂചിപ്പിച്ചത്. തൻ്റെ അധ്യാപകരും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും എതിർപ്പ് പറഞ്ഞത് ജോലിയില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് വൈശാഖനെന്നാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞില്ല. ആദ്യ രാത്രി തന്നെയാണ് അന്നും ആവർത്തിച്ചത്. അവൾ സുഖമായി ഉറങ്ങുകയാണ്. എടി പുല്ലേ, നിന്റെ സൗന്ദര്യവും ശരീരവും പണവും ഒന്നും കണ്ടല്ലടി നിന്നെ ഞാൻ കെട്ടിയത്. അന്ന് അമ്പലത്തിൽ വെച്ച് തൻ്റെ കർണത്തടിച്ചത് ഇവളാണെന്ന് അറിഞ്ഞ നിമിഷം താൻ തീർച്ചപ്പെടുത്തി കെട്ടുന്നുണ്ടെങ്കിൽ ഇവളെ തന്നെയാണെന്ന്. എന്നിട്ട് അവിടെ ഒരു വർത്താനം കേട്ടില്ലേ? ചെവിക്കല്ലടിച്ച് പരത്താൻ എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പിന്നെ എൻ്റെ അമ്മയും പെങ്ങന്മാരെയും സ്ത്രീ സമൂഹത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ നിന്നെപ്പോലെ ഒരുത്തി മതി അത് തകർക്കാൻ. വൈശാഖൻ കറങ്ങുന്ന ഫാനിലേക്ക് കണ്ണുനട്ടി. ഓർത്തിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ലാത്ത അവസ്ഥയിലായിരുന്നു അവൻ. അവൻ നോക്കിയപ്പോൾ ഒന്നും അറിയാത്ത പോലെ ലക്ഷ്മി കിടന്നുറങ്ങുന്നുണ്ട്. കാലത്തെ അലാറോടിക്കുന്ന ശബ്ദം കേട്ടാണ് വൈശാഖൻ കണ്ണു തുറന്നത്. നോക്കിയപ്പോൾ ലക്ഷ്മി എഴുന്നേറ്റത് ഓഫ് ചെയ്തു വയ്ക്കുന്നു. വൈശാഖൻ വേഗം തന്നെ കണ്ണുകൾ അടച്ചു. എന്നിട്ട് ഉറക്കം നടിച്ചവൻ കിടന്നു. ലക്ഷ്മി എഴുന്നേറ്റ് പോയപ്പോഴാണ് അവൻ കണ്ണു തുറന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ അവന് ചായയുമായിട്ട് മുറിയിലേക്ക് വന്നു. ഏട്ടാ, ചായ. അവളത് മേശമേൽ വെച്ചിട്ട് പറഞ്ഞു. അവൻ അലക്ഷ്യമായി ഒന്ന് മൂളി. അതെ, നമുക്കിന്ന് കാലത്തെ അമ്പലത്തിലൊന്ന് പോയാലോ? അച്ഛൻ തന്ന കാറിൽ എവിടെയും പോയില്ലല്ലോ. നമുക്കെല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോയിട്ട് വരാം. അവൾ അവനോട് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വല്ലാത്ത തലവേദന, നീ പൊയ്ക്കോ, വഴി ഞാൻ പറഞ്ഞു തരാം. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഓ, അത്രയ്ക്ക് സഹായമൊന്നും വേണ്ട, ഞാൻ വീണയും ഉണ്ണിമോളുമായിട്ട് പൊയ്ക്കോളാം. അവൾ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. നീ പറയുമ്പോൾ തുള്ളാൻ അച്ചിക്കൂന്തനല്ലടി ഞാൻ. അവൻ പല്ലെറുമ്മിക്കൊണ്ട് വാതിൽക്കലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും ലക്ഷ്മി വേഗം മുറിയിലേക്ക് വന്നു. അവനെ നോക്കുക പോലും ചെയ്തില്ലവൾ.
അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. കുളിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് അവന് തോന്നി. പക്ഷേ ഇവിടെ ബാത്റൂം ഉണ്ടല്ലോ എന്നാണ് അവൻ ഓർത്തത്. വൈശാഖൻ പുറത്തേക്ക് ചെന്നപ്പോൾ അമ്മ എടുത്തു കൊടുത്ത ചൂടുവെള്ളം ഒരു ബക്കറ്റിലെടുത്തിട്ടവൾ പുറത്തെ ബാത്റൂമിലേക്ക് പോകുന്നത് കണ്ടു. നീ പോകുന്നില്ലേ അമ്പലത്തിൽ? വൈശാഖനെ കണ്ടതും സുമിത്ര ചോദിച്ചു. ഓ, ഞാനില്ല, തലവേദന എടുക്കുന്നു, അവൻ അലക്ഷ്യമായി പറഞ്ഞു. എന്താ മോനെ ഒരു വല്ലാഴിക പോലെ? പെറ്റമ്മയല്ലേ, സ്വന്തം മകൻ്റെ മുഖം മാറിയത് അമ്മയ്ക്ക് മനസ്സിലായെന്ന് അവൻ ഓർത്തു. എന്ത്? ഒന്നുമില്ലമ്മേ, ഞാൻ പറഞ്ഞില്ലേ വല്ലാത്തൊരു തലവേദന. അവൻ പല്ല് തേക്കാനായി ബ്രഷും എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. അച്ഛൻ പിന്നാമ്പുറത്തിരുന്ന് കോഴിയെ പൊളിക്കുന്നുണ്ട്. ആഹാ, രാവിലെ കൊലപാതകം. നീ അമ്മയോട് വെട്ടുകത്തി കൊണ്ടുവരാൻ പറയും. അയാൾ പറഞ്ഞപ്പോൾ അവൻ അമ്മയെ ഉച്ചത്തിൽ. പല്ല് തേച്ചിട്ടവൻ തിരികെ റൂമിലെത്തിയപ്പോൾ ലക്ഷ്മി വലിയൊരു അംഗം നടത്തുന്നതാണ് കണ്ടത്. സെറ്റ് മുണ്ട് കൊടുക്കാനുള്ള ശ്രമമാണ് വിഫലമായത്. മുണ്ട് മാത്രം ഉടുത്തിട്ടുണ്ട്, നേരിയതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏട്ടാ, ഇനിയൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? അവൾ ചോദിച്ചു. എനിക്കിതിനു മുമ്പ് ഈ പണിയല്ലായിരുന്നു. നീ വല്ല ചുരിദാർ ഇട്ടുകൊണ്ട് പോകാൻ നോക്ക്. അയ്യടാ, ഞാനിത് ഉടുത്തോണ്ടേ പോകുന്നുള്ളൂ, വീണയെ ഞാൻ വിളിക്കും. അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവൾ അവൻ്റെ ദേഹത്തേക്ക് വീണുപോയി. നീ ഈ കോലത്തിൽ എങ്ങോട്ടാണ് പോകുന്നത്? അച്ഛനുണ്ടവിടെ. അവൻ അവളെ തടഞ്ഞു. ഞാൻ വീണയെ വിളിച്ചുകൊണ്ട് വരാം. വീണേ എന്നും വിളിച്ചുകൊണ്ടവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒടുവിൽ വീണയും സുമിത്രയുടെയും സഹായത്തോടെയാണ് ലക്ഷ്മി സെറ്റുമുണ്ടുമൊക്കെ കൊടുത്ത് നാടൻ പെൺകുട്ടിയായി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി വന്നത്. വൈശാഖേട്ടാ, പോയിട്ട് വരാമേ, അവൾ വിനയത്തോടെ പറഞ്ഞു. അവൻ തലകുലുക്കി. ഉണ്ണിമോളാണ് മുൻപിൽ കയറിയത്. ലക്ഷ്മി കാർ സ്റ്റാർട്ട് ചെയ്തു. നിഷ്പ്രയാസം കാർ ഓടിച്ചുകൊണ്ട് പോയി. ബഹുമുടുക്കി. ഇങ്ങനെ ആവണം കുട്ടിയോള് എന്ന് പറഞ്ഞുകൊണ്ട് ശേഖരൻ ഉമ്മറത്തേക്ക് കയറി. നല്ല സ്പീഡിൽ ഓടിച്ചു പോവോ ആവോ? സുമിത്രയ്ക്ക് ചെറിയ ഭയമില്ലാതില്ല. എടീ, അവളിന്ന് ആദ്യമായിട്ടല്ല വണ്ടി ഓടിക്കണത്, നീ മിണ്ടാതെ പോ. അയാൾ സുമിത്രയെ വഴക്ക് പറഞ്ഞു ഓടിച്ചു. വൈശാഖിന് പെട്ടെന്നെന്താ ഒരു തലവേദന? അച്ഛൻ ചോദിക്കുന്നത് വൈശാഖൻ മുറിയിലിരുന്ന് കേട്ടു. ആ കുട്ടിക്ക് ജലദോഷമായിരുന്നോ? അത് പിടിച്ചതാവും, അമ്മ പറയുന്നുണ്ട്. അമ്പലത്തിൽ കാറ് ചെന്നിറങ്ങിയപ്പോൾ വീണയ്ക്കും ഉണ്ണിമോൾക്കും ഭയങ്കര അഭിമാനം തോന്നി. വീടിൻ്റെ അടുത്ത് നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ അമ്പലത്തിലേക്ക്. വീണയും ഉണ്ണിമോളും ഒക്കെ നടന്നാണ് സാധാരണ പോകാറുള്ളത്. എല്ലാവരും ലക്ഷ്മിയെ നോക്കുന്നുണ്ട്. പുതിയ പെണ്ണാണെന്ന് ചിലർക്കൊക്കെ അറിയാം. എല്ലാവരുടെയും പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. ശിവനൊരു ജലധാരയും നടത്തി. വീണയാണ് രസീതൊക്കെ എടുത്തത്. അമ്പലത്തിന് പുറത്തിറങ്ങിയതും ലക്ഷ്മി അവിടെ ആകെ നിരീക്ഷിച്ചു. അമ്പലക്കുളത്തിൽ കുറേ ആമ്പൽപ്പൂവ് വിരിഞ്ഞു കിടക്കുന്നു. 1-2 കുട്ടികൾ കുളിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമില്ലെന്ന് അവൾക്ക് തോന്നി. അമ്പലത്തിൻ്റെ പിറകുവശം മുഴുവൻ വയലാണ്. അതിൻ്റെ അപ്പുറമായിട്ട് തെങ്ങിൻ തോപ്പ്. ഒരു വശത്ത് 2-3 പശുക്കിടാങ്ങൾ മേയുന്നുണ്ട്. എടത്തി, ഉണ്ണിമോൾ വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി. പോകാം, അവൾ ചോദിച്ചു. നല്ല ഭംഗിയുണ്ട് ഇവിടം കാണാൻ. എവിടെ നോക്കിയാലും പച്ചപ്പാണ്. നടക്കുന്നതിനിടയിൽ ലക്ഷ്മി പറഞ്ഞു. ഏടത്തിക്ക് ഇവിടെ ഇഷ്ടമായോ? ഒരുപാട്. നാളെ വീട്ടിലേക്ക് പോകണ്ടേ ഏടത്തി? വീണ കാറിലേക്ക് കയറുവേ ചോദിച്ചു. നാളെ രാവിലെ പോകണം. അച്ഛനും അമ്മയും നോക്കിയിരിക്കുവാ. ദീപേച്ചിയും പോയിട്ടില്ല. ലക്ഷ്മി കാർ മുന്നോട്ടെടുത്തു. അത് പറയുമ്പോൾ അവൾക്ക് കൂടുതൽ ഉത്സാഹം. മൂവരും കൂടി തിരികെ വീട്ടിലെത്തിയപ്പോൾ വറുത്തരച്ച നല്ല നാടൻ കോഴിയുടെ മണം. അതായിരുന്നു അവിടെ ആകെ. അമ്മയെ വിശക്കുന്നു, ഉണ്ണിമോൾ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഡ്രസ്സ് മാറിയിട്ട് വാ, കഴിക്കാം. വൈശാഖേട്ടൻ എവിടമ്മേ? കുളത്തിലൊന്ന് പോയി മുങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. സുമിത്ര കപ്പപ്പുഴുക്ക് വിളമ്പുകയാണ്. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ലക്ഷ്മി എഴുന്നേറ്റു. അവൾ കുളക്കടവിലേക്ക് നടന്നു. വൈശാഖൻ കുളി കഴിഞ്ഞ് തല തോർത്തുകയാണ്. ആ, കുളി കഴിഞ്ഞോ മാഷേ? കഴിഞ്ഞു. അമ്പലത്തിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ കൽപ്പടവുകൾ കയറി മുകളിലേക്ക് വന്നു. സൂപ്പറായിരുന്നു. ഈ ഗ്രാമം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓ, എങ്കിലിനി എന്നും അമ്പലത്തിൽ പോയിക്കോ. എന്നും അങ്ങനെ പോകാൻ പറ്റുമോ? എനിക്ക് കോളേജിൽ പോകണ്ടേ? രണ്ടാളും കൂടി വീട്ടിലേക്ക് കയറി വന്നു. വരൂ എടുത്തി, നിങ്ങൾ വന്നിട്ട് കഴിക്കാനിരിക്കുമായിരുന്നു. ഉണ്ണിമോൾ എല്ലാവർക്കും ഉള്ള ഭക്ഷണം എടുത്ത് മേശമേൽ വെച്ചു. നാളെ കാലത്തെ പോയിട്ട് എടുത്തി എപ്പോഴാണ് വരുന്നേ? വീണ കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു. നാളെ പോയിട്ട് മറ്റന്നാൾ വരും. വൈശാഖനാണ് മറുപടി പറഞ്ഞത്.
മറ്റന്നാളോ? അപ്പോൾ ദീപ ചേച്ചിയുടെ വീട്ടിൽ പോകണ്ടേ? ചേച്ചി നമ്മളുമായിട്ട് പോകാനിരിക്കുക. അതിനിനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. നാളെ തന്നെ പോകണമെന്നുണ്ടോ? അവർ നോക്കിയിരിക്കുവാണെങ്കിൽ ചെല്ലണം മോനെ. സുമിത്രയും മരുമകളെ പിന്താങ്ങി. ഒടുവിൽ വൈശാഖൻ പോകാമെന്ന് സമ്മതിച്ചു. ഈ ഏടത്തി എന്തു പാവുക. ഏട്ടനാണ് ഇത്തിരി കുറുമ്പ് കൂടുതൽ. വീണ അമ്മയോട് പിറുപിറുത്തു. ഉച്ച കഴിഞ്ഞപ്പോൾ സുമിത്ര വിശാഖനെ വിളിച്ചു. മോനെ, കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരിടത്തും പോയില്ലല്ലോ. നിങ്ങൾ രമച്ചിട്ടയുടെ വീട്ടിലൊന്ന് പോയിട്ട് വാ. എൻ്റെ അമ്മ, എനിക്കാകെ തലവേദനയാണ്. ഇനി ഇന്ന് അവിടെയൊക്കെ പോയിട്ട് നാളെ അങ്ങോട്ടൂടി പോകുമ്പോൾ ഞാൻ ആകെ ടയേർഡാകും. മകൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് സുമിത്രയ്ക്ക് തോന്നി. പിന്നീട് അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞതുമില്ല. ലക്ഷ്മി കുറേ നേരമായി ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു. തിങ്കളാഴ്ച മുതൽ കോളേജിൽ വരുമെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. വൈശാഖം പോയി ഒരു ഷർട്ട് എടുത്തിട്ടു. എവിടേക്കാണെന്ന് അവൾ ആംഗ്യത്തിൽ അവനോട് ചോദിച്ചു. വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി. തുടരും.